ഹലോ ഫ്രണ്ട്സ്, കേരള PSC എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ASM എക്സാം തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് അല്ലേ. ഓഗസ്റ്റ് 2-നാണ് ഫസ്റ്റ് ഫേസ്. അപ്പോൾ ഒരുപാട് പേര് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരുണ്ടായിരിക്കും. കുറച്ച് പേരെങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഒരു 3 ദിവസം എന്ന് പറയുന്നത് ഒട്ടും, അതായത് 2-ാം തീയതി എക്സാം ഉള്ളവരാണെങ്കിൽ പഠിച്ച് തീർന്നില്ലെങ്കിലും ഒട്ടും ടെൻഷൻ അടിക്കാണ്ട് റിവിഷൻ ചെയ്യാനുള്ളത് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് PYQs ചെയ്ത് നോക്കാം. ഇപ്പോൾ ചെയ്യാനായിട്ട് താല്പര്യം തോന്നണില്ല, ഈ ഒരു ലാസ്റ്റ് സമയത്ത് ആകെ ടെൻഷൻ അടിച്ചിട്ട് ഉള്ള ആ ഒരു മൂഡൊക്കെ പോയിരിക്കുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പല ടെലഗ്രാം ചാനലിലും എല്ലാത്തിൻ്റെയും PDF ലഭിക്കും. മാർക്ക്ഡ് PDF തന്നെ ഉണ്ടായിരിക്കും. ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ മെയിനായിട്ട് ഈ 2025-ലും 2024-ലും നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും LDC പാറ്റേണിലുള്ളത് എടുക്കുക. അത് ഒരു പ്രാവശ്യം വായിക്കുക. പിന്നെ അതിൽ നമുക്ക് ടഫായിട്ട് തോന്നുന്ന ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിരുന്ന് വായിക്കാം. പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം, അതൊന്ന് വായിക്കാം. അങ്ങനെ കുറഞ്ഞത് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഒരു ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ 9-ാം തീയതി പരീക്ഷ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇനി 10 ദിവസമുണ്ട്. 30 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇംഗ്ലീഷ്, മലയാളം അത് ഇപ്പോൾ അടുത്ത് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ അടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിലോ അതും ഇത് രണ്ടും ഇല്ലാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യൂട്യൂബിൽ ഈ ഒരു ടോപ്പിക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു ക്ലാസ് സെലക്ട് ചെയ്ത് അതിലത്തെ കുറച്ച് നോട്ട്സ് എഴുതിയെടുത്ത് എന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 10 മാർക്കിനാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വരണമെന്നുണ്ടെങ്കിൽ ഒരു 5 മാർക്കും നമ്മളെപ്പോഴും കണ്ടുവരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അതായത് ക്വസ്റ്റ്യൻ ടാഗ്, ആർട്ടിക്കിൾ, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ലാസ്റ്റ് സമയത്ത് എല്ലാം കൂടി നോക്കി എത്തില്ല. അപ്പോൾ ഒട്ടും പഠിക്കാനായിട്ട് കഴിയാണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ മാത്രം ഈ രീതി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മാത്സൊക്കെ എല്ലാ പ്രാവശ്യം ചോദിച്ചു വരുന്ന ഭാഗങ്ങളുണ്ട്. ട്രെയിനിൻ്റെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് വർക്ക്, സ്പീഡ് ആൻഡ് ടൈം, അതുപോലെ തന്നെ ക്ലോക്ക്. അതിലൊക്കെ ആ ഒരു ടോപ്പിക്ക് മുഴുവനായിട്ടിരുന്ന് പഠിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക. അതുപോലെ തന്നെ ഇക്വേഷൻസും അതെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ കറണ്ട് അഫെയർസൊക്കെ ഓൾറെഡി നോട്ടൊന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഈ സൈലത്തിൻ്റെയൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസിൻ്റെ വീഡിയോസൊക്കെ പലതും കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു നല്ല രീതിയിലുള്ള ഒരു 3 വീഡിയോ എങ്കിലും എടുത്ത് അതൊന്ന് പല പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കുക. അങ്ങനെയൊക്കെയാണ് ഈ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് മാക്സിമം കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കാണ്ട് ഈ ഒരു സമയം നല്ല ഒരു സ്മാർട്ടായിട്ടുള്ള രീതിയിൽ വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്തായാലും അത് കുറച്ചും കൂടി കൂടുതൽ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ GK പോർഷൻ്റെ ആണെങ്കിലും അതെ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് നാൾക്ക് മുന്നേ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഈ എക്സാമിന് വേണ്ടിയിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഒന്നുകിൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു നല്ലൊരു ക്ലാസ്, ഇപ്പോൾ നമ്മൾ റിട്ടാണ് കേൾക്കേണ്ട ആവശ്യമുള്ള ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിട്ടെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും യൂട്യൂബിൽ നല്ല ക്ലാസ്സുകൾ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നോട്ട് എഴുതിയെടുത്ത് പഠിക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല, പക്ഷെ അത് കേട്ടിരിക്കുക. അപ്പോൾ ഒരു 2 പ്രാവശ്യമൊക്കെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ അവസാനത്തെ മണിക്കൂറുകൾ ഒട്ടും ടെൻഷൻ അടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ സ്മാർട്ടായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ടെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് എക്സാം എഴുതാൻ പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കും. ടെൻഷൻ അടിച്ച് എക്സാം എഴുതുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളും കൂടി മറന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ടെൻഷൻ ഇല്ലാണ്ട് കാമായിട്ടിരുന്ന് പറ്റുന്ന രീതിയിൽ എല്ലാം റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഈ വരുന്ന സാറ്റർഡേ ആണ് എക്സാം. അപ്പോൾ ASM എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.